ഹായ്, കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ഇതിലൂടെ നമുക്ക് പുതിയ വാക്കുകൾ, പുതിയ പ്രയോഗങ്ങൾ, സെന്റൻസ് സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കാനായിട്ടും സാധിക്കും. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ അരോഗന്റ് ഫാർമർ. അരോഗന്റ് എന്നാൽ അഹങ്കാരിയായ എന്നുള്ള അർത്ഥമാണ്. ഫാർമർ കർഷകൻ. ദ അരോഗന്റ് ഫാർമർ അഹങ്കാരിയായ കർഷകൻ. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. There lived a farmer named Albert. He used to fight with everyone. There lived ജീവിച്ചിരുന്നു എ ഫാർമർ ഒരു കർഷകൻ നെയ്മഡ് ആൽബർട്ട്. നെയ്മഡ് എന്നാൽ പേരുള്ള, ആൽബർട്ട് എന്ന് പേരുള്ള ഒരു കർഷകൻ ജീവിച്ചിരുന്നു. ഹി യൂസ് ടു ഫൈറ്റ്. ഫൈറ്റ് എന്നതിന് അർത്ഥം ഇടയുക, പടവെട്ടുക, ഇതൊക്കെയാണ് അർത്ഥം. അതായത് വാക്കുകൾ കൊണ്ടുള്ള തർക്കമാകാം, അതല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ളതാകാം. അങ്ങനെ ഹി യൂസ് ടു ഫൈറ്റ്. അദ്ദേഹം കലഹിക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇടയാറുണ്ടായിരുന്നു. വിത്ത് എവരി വൺ, എല്ലാവരുമായിട്ടും. ഹി ഹാഡ് നോ ഫ്രണ്ട്സ് ബിക്കോസ് ഓഫ് ഹിസ് ക്വാറൽസം നേച്ചർ. ഹി ഹാഡ് നോ ഫ്രണ്ട്സ്, അവന് സുഹൃത്തുക്കൾ ഇല്ലായിരുന്നു, അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ ഇല്ലായിരുന്നു. ഹി ഹാഡ് നോ എന്നാൽ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ. ബിക്കോസ് ഓഫ് ഹിസ് ക്വാറൽസം നേച്ചർ. നേച്ചർ എന്നാൽ പ്രകൃതി, സ്വഭാവം എന്നൊക്കെയുള്ള അർത്ഥമാണ്. ക്വാറൽസം എന്നാൽ വഴക്കിടുന്ന സ്വഭാവമുള്ള, ശണ്ട കൂടുന്ന, ഇതൊക്കെയാണ് അർത്ഥം. വഴക്കാളിയായ, ഇതൊക്കെയാണ് അർത്ഥം. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ ഇല്ലാതിരുന്നത്? അതിൻ്റെ കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ആ വഴക്കാളിയായിട്ടുള്ള പ്രകൃതം, അത് കാരണം അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ ഇല്ലായിരുന്നു. He thought himself to be superior to others. He thought, അദ്ദേഹം വിചാരിച്ചു, himself to be superior to others, മറ്റുള്ളവരെക്കാട്ടിലും. superior എന്നാൽ മേന്മ ഏറിയ, ഉത്തമമായ എന്നൊക്കെയാണ് അർത്ഥം. മറ്റുള്ളവരെക്കാട്ടിലും അദ്ദേഹം ഉത്തമമായതാണ് എന്ന് അദ്ദേഹം വിചാരിച്ചു. He never wished or welcomed anyone. He never, അദ്ദേഹം ഒരിക്കലും, നെവർ എന്നാൽ ഒരിക്കലുമില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥമാണ്. വിഷ് എന്നതിന് അനുഗ്രഹിക്കുക, ആശംസിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അദ്ദേഹം ഒരിക്കലും അത് ചെയ്തിട്ടില്ല. ഓർ വെൽക്കംഡ് എനി വൺ. വെൽക്കം എന്നാൽ സന്തോഷത്തോടെ സ്വീകരിക്കുക, നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹം ഒരിക്കലും മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ എന്താണ്, എനിവൺ എന്നാൽ ഒരാളുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ ചെയ്തിരുന്നില്ല. അതുപോലെ മറ്റുള്ളവരെ അഭിനന്ദിക്കുകയോ ചെയ്തിരുന്നില്ല. ഓൾമോസ്റ്റ് ഓൾ ദ വില്ലേജേഴ്സ് യൂസ് ടു അവോയ്ഡ് ഹിം ആൻഡ് കെപ്റ്റ് അവേ ഫ്രം ഹിസ് കമ്പനി. ഓൾമോസ്റ്റ് ഓൾ ദ വില്ലേജേഴ്സ്. ഓൾമോസ്റ്റ് എന്നാൽ ഒട്ടുമിക്ക എന്നുള്ള അർത്ഥമാണ്. ഒട്ടുമിക്ക ഗ്രാമവാസികളും യൂസ് ടു അവോയ്ഡ് എന്നാൽ ഒഴിവാക്കുക എന്നുള്ള അർത്ഥമാണ്. യൂസ് ടു അവോയ്ഡ് ഹിം, ഒട്ടുമിക്ക ഗ്രാമവാസികളും അദ്ദേഹത്തെ ഒഴിവാക്കാറുണ്ടായിരുന്നു. ആൻഡ് കെപ്റ്റ് അവേ ഫ്രം ഹിസ് കമ്പനി, അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ടിൽ നിന്നും ഒഴിഞ്ഞു മാറി. കീപ്പ് അവേ എന്നാൽ അകന്നു നിൽക്കുക എന്നുള്ള അർത്ഥമാണ്. കെപ്റ്റ് അവേ, അകന്നു നിന്നു. വൺസ് അനദർ ഫാർമർ നെയ്മഡ് ജോൺസൺ came to this village and settled there. Once, ഒരിക്കൽ. അനദർ ഫാർമർ, അനദർ എന്നാൽ മറ്റൊരു എന്നുള്ള അർത്ഥമാണ്. അനദർ ഫാർമർ, മറ്റൊരു കർഷകൻ. നെയിം ജോൺസൺ, ജോൺസൺ എന്ന് പേരുള്ള മറ്റൊരു കർഷകൻ പണ്ടൊരിക്കൽ കെയിം വന്നു, ടു ദിസ് വില്ലേജ്, ഈ ഗ്രാമത്തിലേക്ക് വന്നു. ആൻഡ് സെറ്റിൽഡ് there. സെറ്റിൽ എന്നതിന് ഇവിടെ സ്ഥിരതാമസമാക്കുക എന്നുള്ള അർത്ഥമാണ്. എന്താണ്, ആ ഗ്രാമത്തിലേക്ക് വന്നിട്ട് സെറ്റിൽഡ് എന്തായി, അവിടെ സ്ഥിരതാമസമാക്കി. ദർ, അവിടെ ആ ഗ്രാമത്തിൽ അദ്ദേഹം വന്നിട്ട് സ്ഥിരതാമസമാക്കി. ഹി വാസ് വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആൻഡ് സൂൺ മിക്സ്ഡ് അപ്പ് വിത്ത് അതർ ഫാർമേഴ്സ്. ഹി വാസ് വെരി കൈൻഡ്. കൈൻഡ് എന്നതിന് അനുകമ്പയുള്ള, ഉപകാരം ചെയ്യുന്ന, ദയവുള്ള, ഇതൊക്കെയാണ് അർത്ഥം. ഹി വാസ് വെരി കൈൻഡ്, അദ്ദേഹം വളരെ ദയവുള്ള വ്യക്തിയായിരുന്നു, ഉപകാരം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ആൻഡ് ഹെൽപ്ഫുൾ എന്നാലും സഹായം ചെയ്യുന്ന, അതുപോലെ ദയവുമുള്ള ഒരു വ്യക്തിയായിരുന്നു.
ആൻഡ് സൂൺ അങ്ങനെ പെട്ടെന്ന് മിക്സ്ഡ് അപ്പ്. ഇവിടെ മിക്സ്ഡ് അപ്പ് എന്നതിന് കൂടിക്കലർന്നു എന്നുള്ള അർത്ഥമാണ്. വിത്ത് അതർ ഫാർമേഴ്സ്, മറ്റുള്ള കർഷകരുമായിട്ട് ഇദ്ദേഹം കൂടിക്കലർന്നു. അതായത് മറ്റുള്ള കർഷകരുമായിട്ട് നല്ല ബന്ധത്തിലായി എന്ന് അർത്ഥം. പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം. പീപ്പിൾ ആളുകൾ റെസ്പെക്റ്റഡ് ബഹുമാനിച്ചിരുന്നു ഹിം അദ്ദേഹത്തെ ആളുകൾ ബഹുമാനിച്ചിരുന്നു. ആൻഡ് വെൻറ്റ് ടു ഹിം ടു സീക്ക് ഹിസ് അഡ്വൈസ് ഓൺ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്. ആൻഡ് വെൻറ്റ് അങ്ങനെ ആളുകൾ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. ആൻഡ് വെൻറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാറുമുണ്ടായിരുന്നു. ടു ഹിം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. ടു സീക്ക് എന്നാൽ തേടുക എന്നുള്ള അർത്ഥമാണ്. ടു സീക്ക് തേടാൻ വേണ്ടിയിട്ട്. ഹിസ് അഡ്വൈസ് അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടാൻ വേണ്ടിയിട്ട്. ഓൺ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്. ഇമ്പോർട്ടൻ്റ് എന്നാൽ പ്രധാനപ്പെട്ട, മാറ്റേഴ്സ് എന്നാൽ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആളുകൾ പോകാറുണ്ടായിരുന്നു. ദേ വാണ്ട് ജോൺസൺ ടു ബി കോഷ്യസ് ഓഫ് ആൽബർട്ട് ആൻസേർഡ്. ഗ്രാമവാസികൾ മുന്നറിയിപ്പ് നൽകി ജോൺസന് എന്തായിരിക്കാൻ, ജാഗ്രതയോടെ നിൽക്കാൻ. ആൽബർട്ടുമായിട്ട് ജാഗ്രതയോടെ നിൽക്കാനായിട്ട് ആളുകൾ പറഞ്ഞു. ദേ എന്നാൽ അവർ, ഗ്രാമവാസികൾ. വാണ്ട് എന്നാൽ മുന്നറിയിപ്പ് നൽകി. ടു ബി എന്നാൽ ആയിരിക്കാൻ. കോഷ്യസ് എന്നാൽ ജാഗ്രതയുള്ള എന്നുള്ള അർത്ഥമാണ്. ടു ബി കോഷ്യസ് ജാഗ്രത ഉള്ളവനായിരിക്കാൻ. നെവർ ടോക്ക് ടു ആൽബർട്ട് ഓർ ഗോ ടു ഹിം ആസ് ഹി ഈസ് വെരി കോറൽസം. നെവർ ടോക്ക് ഒരിക്കലും സംസാരിക്കരുത്. ടു ആൽബർട്ടിനോട് ഒരിക്കലും സംസാരിക്കരുത്. ഓർ ഗോ ടു ഹിം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുകയോ. ആസ് ഹി ഈസ് വെരി കോറൽസം എന്നാൽ വഴക്കാളിയായ. എന്താണ്, അദ്ദേഹം വളരെ വഴക്കാളിയായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുകയോ അതല്ലെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കുകയോ ചെയ്യരുത് എന്ന് ആളുകൾ ഇദ്ദേഹത്തോട് പറഞ്ഞു. ആസ് എന്നതിന് ഇവിടെ ആയതുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ഹി ഈസ് വെരി കോറൽസം വഴക്കാളി ആയതുകൊണ്ട്. ജോൺസൺ സെഡ്, ഇഫ് ആൽബർട്ട് കോറൽസ് വിത്ത് മീ ഐ വിൽ കിൽ ഹിം. ജോൺസൺ പറഞ്ഞു, ഇഫ് ആൽബർട്ട് കോറൽസ് വിത്ത് മീ, ആൽബർട്ട് എന്നോട് വഴക്കിട്ടാൽ. ഇഫ് ആൽബർട്ട് കോറൽസ് ആൽബർട്ട് വഴക്കിട്ടാൽ, വിത്ത് മീ എന്നോട്, ഐ വിൽ കിൽ ഹിം ഞാൻ അവനെ കൊലപ്പെടുത്തും. ജോൺസൺ പറഞ്ഞു, ആൽബർട്ട് എന്നോട് വഴക്കിട്ടാൽ ഞാൻ അദ്ദേഹത്തെ കൊലപ്പെടുത്തുമെന്ന്. ഹിയറിംഗ് ഇറ്റ് പീപ്പിൾ ലാഫ്ഡ് ബിക്കോസ് ദേ ടുക്ക് ഇറ്റ് ആസ് എ ബിഗ് ജോക്ക്. ഹിയറിംഗ് ഇറ്റ് ഇതു കേട്ട്, അദ്ദേഹം കൊലപ്പെടുത്തും എന്ന് പറഞ്ഞത് കേട്ട്, പീപ്പിൾ ആളുകൾ, ലാഫ് എന്നാൽ ചിരിക്കുക എന്നുള്ള അർത്ഥമാണ്. എന്താണ്, പരിഹസിച്ച് ചിരിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. പീപ്പിൾ ലാഫ്ഡ് ആളുകൾ പരിഹസിച്ച് ചിരിച്ചു. ബിക്കോസ് കാരണം, ദേ ടുക്ക് ഇറ്റ് ആസ് എ ബിഗ് ജോക്ക്. ദേ അവർ ആളുകൾ, ടുക്ക് ഇത് എടുത്തത്, അദ്ദേഹം പറഞ്ഞത് എടുത്തത്, ആസ് എ ബിഗ് ജോക്ക്. ആസ് എന്നാൽ ആയിട്ട് എന്നുള്ള അർത്ഥമാണ്. എ ബിഗ് ജോക്ക് ഒരു വലിയ തമാശയായിട്ടാണ് ആളുകൾ എന്താണ് ജോൺസൺ പറഞ്ഞത് എടുത്തത്. അദ്ദേഹത്തെ കൊല്ലുമെന്ന് പറഞ്ഞത് ആളുകൾ എടുത്തത് ഇത് ഒരു വലിയ തമാശയായിട്ടാണ്. ജോക്ക് എന്നാൽ തമാശ, ബിഗ് ജോക്ക് വലിയ തമാശ. ദേ ബിലീവ്ഡ് ദാറ്റ് ജോൺസൺ വാസ് കൈൻഡ് ഹാർട്ടഡ് ആൻഡ് വുഡ് നെവർ കിൽ ആൽബർട്ട്. ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ജോൺസൺ ഒരു കരുണ മനസ്കനായിട്ടുള്ള വ്യക്തിയാണ്, അദ്ദേഹം ഒരിക്കലും ആൽബർട്ടിനെ കൊലപ്പെടുത്തിയേക്കില്ല എന്നാണ് ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടായി. ദേ അവർ ആളുകൾ, ബിലീവ്ഡ് എന്താണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്, ജോൺസൺ വാസ് കൈൻഡ് ഹാർട്ടഡ് എന്നാൽ കരുണാമനസ്കനായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. ആൻഡ് വുഡ് നെവർ കിൽ ആൽബർട്ട് ഒരിക്കലും കൊലപ്പെടുത്തിയേക്കില്ല എന്നുള്ള അർത്ഥമാണ്. വുഡ് നെവർ കിൽ ആൽബർട്ട് ഒരിക്കലും ആൽബർട്ടിനെ കൊലപ്പെടുത്തിയേക്കില്ല. ജോൺസൺ ഹവവർ റിപ്പീറ്റഡ് ദിസ് വേർഡ്സ്, ഇറ്റ് ഈസ് നോട്ട് എ ജോക്ക്, ഐ വിൽ സെർട്ടൻലി കിൽ ആൽബർട്ട്. ജോൺസൺ ഹവവർ എങ്കിലും, റിപ്പീറ്റഡ് ആവർത്തിച്ചു, ദിസ് വേർഡ്സ് ഈ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു.
ഇറ്റ് ഈസ് നോട്ട് എ ജോക്ക്. ഇത് ഒരു തമാശ അല്ല. ഐ വിൽ സെർട്ടൻലി കിൽ ആൽബർട്ട്. ഞാൻ ആൽബർട്ടിനെ തീർച്ചയായിട്ടും കൊലപ്പെടുത്തും. സെർട്ടൻലി എന്നാൽ തീർച്ചയായും എന്നുള്ള അർത്ഥമാണ്. ഐ വിൽ സെർട്ടൻലി, ഞാൻ തീർച്ചയായിട്ടും കിൽ കൊലപ്പെടുത്തും ആൽബർട്ടിനെ ഞാൻ തീർച്ചയായിട്ടും കൊലപ്പെടുത്തും. ദിസ് കോൺവെർസേഷൻ വാസ് കൺവേഡ് ടു ആൽബർട്ട് ബൈ സംവൺ ഹു വാസ് ജെലസ് ഓഫ് ജോൺസൺ. ദിസ് കോൺവെർസേഷൻ എന്നാൽ വർത്തമാനം. ഈ വർത്തമാനം, ഈ കൊലപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ വർത്തമാനം വാസ് കൺവേഡ്. കൺവേ എന്നാൽ എത്തിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. കൺവേ എന്താണ്? വാസ് കൺവേഡ്. കോൺവെർസേഷൻ വാസ് കൺവേഡ്. ആ സംഭാഷണം, ആ വർത്തമാനം എത്തിക്കപ്പെട്ടു ടു ആൽബർട്ടിൻ്റെ അടുത്തേക്ക് ആ വർത്തമാനം എത്തിച്ചു. ബൈ സംവൺ എന്താണ്? ആരോ ഒരാളാൽ, ഏതൊരു വ്യക്തിയാൽ ആ സംഭാഷണം ആൽബർട്ടിൻ്റെ അടുത്തേക്ക് എത്തപ്പെട്ടു. ഹു വാസ് ജലസ്. ഹു എന്നതിന് ഇവിടെ ആ എത്തിക്കപ്പെട്ട വ്യക്തി ആരാണോ അദ്ദേഹം എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം വാസ് ജലസ്. ജലസ് എന്നാൽ അസൂയാലുവായ എന്നുള്ള അർത്ഥമാണ്. ഹു വാസ് ജലസ് ഓഫ് ജോൺസൺ. അദ്ദേഹം ജോൺസണോട് അസൂയ ഉള്ള വ്യക്തിയായിരുന്നു. ആ ആൽബർട്ടിന് എന്താണ്? അദ്ദേഹത്തിൻ്റെ വർത്തമാനം എത്തിച്ചു കൊടുത്ത വ്യക്തി. ആൽബർട്ട് ഗോട്ട് ഫ്യൂരിയസ് ആൻഡ് ഡിസൈഡഡ് ടു ടീച്ച് ഹിം എ ലെസൺ. ആൽബർട്ട് ഗോട്ട് ഫ്യൂരിയസ്. ഫ്യൂരിയസ് എന്നാൽ കോപാകുലനായ എന്നുള്ള അർത്ഥമാണ്. ആൽബർട്ട് ഗോട്ട് ഫ്യൂരിയസ്. ആൽബർട്ട് രോഷാകുലനായി, കോപാകുലനായി. ആൻഡ് ഡിസൈഡഡ് എന്നിട്ട് അദ്ദേഹം കോപാകുലനായി. ആൻഡ് ഡിസൈഡഡ് അദ്ദേഹം തീരുമാനിച്ചു. ടു ടീച്ച് പഠിപ്പിക്കാൻ. ഹിം അദ്ദേഹത്തെ, എന്താണ്? ജോൺസനെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. എ ലെസൺ ഒരു പാഠം പഠിപ്പിക്കാൻ അദ്ദേഹം എന്താണ്? തീരുമാനിച്ചു. നൗ ഹി വാസ് ഇൻ സെർച്ച് ഓഫ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഫൈറ്റ് വിത്ത് ജോൺസൺ. നൗ ഇപ്പോൾ, ഹി വാസ് ഇൻ സെർച്ച് അദ്ദേഹം അന്വേഷിക്കുകയായിരുന്നു. ഓഫ് എൻ ഓപ്പർച്യൂണിറ്റി ഒരു അവസരത്തിന്. എന്താണ്? ടു ഫൈറ്റ് എന്താണ്? കലഹിക്കാൻ വേണ്ടിയിട്ട്. വിത്ത് ജോൺസണുമായിട്ട് കലഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം അദ്ദേഹം തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വൺസ് ഹി സെൻഡ് ഹിസ് കാറ്റിൽ ടു ദ ഫീൽഡ് ഓഫ് ജോൺസൺ. വൺസ് ഒരിക്കൽ. ഹി സെൻഡ് അദ്ദേഹം, ആൽബർട്ട് സെൻഡ് അയച്ചു. ഹിസ് കാറ്റിൽ എന്നാൽ കന്നുകാലികൾ, അദ്ദേഹത്തിൻ്റെ കന്നുകാലികളെ അയച്ചു. ടു ദ ഫീൽഡ് ഓഫ് ജോൺസൺ. ഫീൽഡ് എന്നാൽ വയൽ. ഫീൽഡ് ഓഫ് ജോൺസൻ്റെ വയലിലേക്ക് ഒരിക്കൽ ആൽബർട്ട് അദ്ദേഹത്തിൻ്റെ കന്നുകാലികളെ അയച്ചു. ബട്ട് ജോൺസൺ സൈലൻ്റ്ലി ടേൺഡ് അവേ ദ കാറ്റിൽ ഫ്രം ഹിസ് ഫീൽഡ്. പക്ഷേ ജോൺസൺ സൈലൻ്റ്ലി എന്നാൽ മിണ്ടാതെ എന്നുള്ള അർത്ഥമാണ്. മിണ്ടാതെ. ടേൺഡ് അവേ എന്നതിന് ഇവിടെ എന്താണ്? അവിടെ നിന്നും അവറ്റകളെ ഓടിച്ചു എന്നുള്ള അർത്ഥമാണ്. ഒഴിവാക്കി എന്നുള്ള അർത്ഥമാണ്. കന്നുകാലികളെ. ഫ്രം ഹിസ് ഫീൽഡ് അദ്ദേഹത്തിൻ്റെ വയലിൽ നിന്നും അദ്ദേഹം ഒന്നും മിണ്ടാതെ ആ കന്നുകാലികളെ അദ്ദേഹം ഓടിച്ചു. സിമിലർലി ഓൺ അനദർ ഒക്കേഷൻ. സമാനമായി. ഓൺ അനദർ ഒക്കേഷൻ. ഒക്കേഷൻ എന്നാൽ അവസരം, സന്ദർഭം എന്നൊക്കെയുള്ള അർത്ഥമാണ്. അനദർ എന്നാൽ മറ്റൊരു. ഇതുപോലെ മറ്റൊരു സന്ദർഭം. ആൽബർട്ട് കട്ട് ദ കനാൽ മേക്കിംഗ് വേ ഫോർ ദ വാട്ടർ ടു എൻറ്റർ ജോൺസൺസ് ഫീൽഡ്. ആൽബർട്ട് മുറിച്ചു. എന്താണ് മുറിച്ചത്? കനാൽ എന്നാൽ തോട്. ആൽബർട്ട് തോട് മുറിച്ചു. മേക്കിംഗ് ഫോർ ദ വാട്ടർ ടു എൻറ്റർ ജോൺസൺസ് ഫീൽഡ്. ജോൺസൻ്റെ വയലിലേക്ക് വെള്ളം പോകാനുള്ള ആ വഴി ആൽബർട്ട് മുറിച്ചു. ബട്ട് ജോൺസൺ റിപ്പേർഡ് ദ കനാൽ വിത്തൗട്ട് സേയിങ് എനി വേർഡ് ടു ആൽബർട്ട്. പക്ഷേ ജോൺസൺ റിപ്പേർഡ്. എന്നാൽ കേട് തീർക്കുക എന്നുള്ള അർത്ഥമാണ്. ജോൺസൺ കേട് തീർത്തു. ദ കനാൽ ആ കേട് അടച്ചിട്ടുണ്ടായിരുന്ന അത് ശരിയാക്കി, പരിഹരിച്ചു.
വിത്തൗട്ട് സേയിങ് പറയാതെ, വിത്തൗട്ട് സേയിങ് ഒന്നും പറയാതെ, വിത്തൗട്ട് സേയിങ് എനി വേർഡ് ഒരു വാക്കുപോലും പറയാതെ, ടു ആൽബർട്ട് ആൽബർട്ടിനോട് ഒരു വാക്കുപോലും പറയാതെ ജോൺസൺ അത് പരിഹരിച്ചു, ആ കനാൽ പ്രശ്നം പരിഹരിച്ചു. ദിസ് വേ ഹി ഡിഡ് നോട്ട് ഗിവ് എനി ഓപ്പർച്യൂണിറ്റി ടു ആൽബർട്ട് ടു ക്വാറൽ വിത്ത് ഹിം. ദിസ് വേ ഇതുപോ, ഹി ഡിഡ് നോട്ട് ഗിവ് അദ്ദേഹം നൽകിയില്ല, ഹി ഡിഡ് നോട്ട് ഗിവ് അദ്ദേഹം നൽകിയില്ല, എനി ഓപ്പർച്യൂണിറ്റി ഒരു അവസരവും, ടു ആൽബർട്ട് ആൽബർട്ടിന്, ടു ക്വാറൽ തർക്കിക്കാൻ, വിത്ത് ഹിം അദ്ദേഹവുമായിട്ട്. ഇതുപോലെ എന്താണ് ജോൺസൺ ഒരു അവസരം പോലും നൽകിയില്ല ആൽബർട്ടിന് ജോൺസണുമായിട്ട് തർക്കത്തിലേർപ്പെടാൻ. വൺസ് ആൽബർട്ട് വാസ് കമ്മിങ് ഓൺ ഹിസ് ബുള്ളോക്ക് കാർട്ട് വിത്ത് എ ലോഡ് ഓഫ് ഗ്രെയിൻ. വൺസ് ഒരിക്കൽ ആൽബർട്ട് വാസ് കമ്മിങ് ആൽബർട്ട് വരുകയായിരുന്നു, ഓൺ ഹിസ് ബുള്ളോക്ക് കാർട്ട് എന്നാൽ കാളവണ്ടി എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ കാളവണ്ടിയിൽ ആൽബർട്ട് ഒരിക്കൽ വരുകയായിരുന്നു. വിത്ത് എ ലോഡ് ഓഫ് ഗ്രെയിൻ എന്നാൽ വിത്ത് എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഒരു ലോഡ് വിത്തുമായിട്ട് ആൽബർട്ടിൻ്റെ കാളവണ്ടിയിൽ വരികയായിരുന്നു. ഹിസ് കാർട്ട് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ മഡ് ഓൺ ഹിസ് വേ ടു ദ വില്ലേജ്. ഹിസ് കാർട്ട് അദ്ദേഹത്തിൻ്റെ കാളവണ്ടി ഗോട്ട് സ്റ്റക്ക് എന്നാൽ അകപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. ഇൻ ദ മഡ് ചെളിയിൽ അദ്ദേഹത്തിൻ്റെ കാളവണ്ടി അകപ്പെട്ടു. ഓൺ ഹിസ് വേ ടു ദ വില്ലേജ്, ഓൺ ഹിസ് വേ അദ്ദേഹത്തിൻ്റെ വഴിയിൽ വെച്ച്, ടു ദ വില്ലേജ് ഗ്രാമത്തിലേക്കുള്ള, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കാളവണ്ടി ചെളിയിൽ അകപ്പെട്ടു. As his bulls were very weak, they were not able to pull the cart from the mud. As his bulls were very weak, അദ്ദേഹത്തിൻ്റെ കാളകൾ വളരെ ക്ഷീണിതരായതിനാൽ, ആസ് എന്നാൽ ഇവിടെ അതുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ഹിസ് ബുൾസ് അദ്ദേഹത്തിൻ്റെ കാളകൾ, വേർ വെരി വീക്ക് എന്നാൽ ക്ഷീണിച്ച എന്നുള്ള അർത്ഥമാണ്. ദേ വേർ നോട്ട് ഏബിൾ അവർക്ക് സാധിച്ചില്ല, ദേ വേർ നോട്ട് ഏബിൾ അവർക്ക് സാധിക്കുക ഇല്ലായിരുന്നു. അതായത് ഈ കാളകൾക്ക് അവർ ക്ഷീണിതരായതിനാൽ. ടു പുൾ ദ കാർട്ട്, പുൾ എന്നാൽ വലിക്കുക എന്നുള്ള അർത്ഥമാണ്. ടു പുൾ ദ കാർട്ട് ആ എന്താണ് കാർട്ട് ആ വാഹനം, ആ ഉന്തുവണ്ടി, വലിക്കുന്ന വണ്ടി വലിക്കാൻ ഈ കാളകൾക്ക് സാധിക്കുമായിരുന്നില്ല. ഫ്രം ദ മഡ് ചെളിയിൽ നിന്നും, ആ ചെളിയിൽ നിന്നും ആ കാർട്ട് ഉന്തുവണ്ടി വലിക്കാൻ ആ കാളകൾക്ക് സാധിക്കുമായിരുന്നില്ല. അവകൾ വളരെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ആൽബർട്ട് വാസ് ഫോഴ്സ്ഡ് ടു സ്റ്റേ ഓൺ ദ റോഡ്. ആൽബർട്ട് വാസ് ഫോഴ്സ്ഡ് ആൽബർട്ട് നിർബന്ധിതനായി. ഫോഴ്സ് എന്നാൽ നിർബന്ധമാകുക എന്നുള്ള, നിർബന്ധിതമായ എന്നുള്ള അർത്ഥമാണ്. ആൽബർട്ട് വാസ് ഫോഴ്സ്ഡ് ആൽബർട്ട് നിർബന്ധിതനായി. ടു സ്റ്റേ നിൽക്കാൻ, ഓൺ ദ റോഡ് വഴിയിൽ നിൽക്കാൻ ആൽബർട്ട് നിർബന്ധിതനായി. വെൻ ദ ന്യൂസ് റീച്ച്ഡ് ദ വില്ലേജേഴ്സ് ദ പീപ്പിൾ ബിക്കെയിം വെരി ഹാപ്പി. വെൻ അപ്പോൾ ആ സമയത്ത്, ദ ന്യൂസ് റീച്ച്ഡ് ആ വാർത്ത എത്തിയ സമയത്ത്, ദ വില്ലേജേഴ്സ് ഗ്രാമവാസികളിലേക്ക് ആ വാർത്ത എത്തിയ സമയത്ത്, ദ പീപ്പിൾ ആളുകൾ, ബിക്കെയിം ആയിത്തീർന്നു, വെരി ഹാപ്പി വളരെ നന്നായിട്ട് സന്തോഷത്തിലായി. ആൽബർട്ട് ചെളിയിൽ കുടുങ്ങിപ്പോയി എന്നുള്ള വാർത്ത ഗ്രാമവാസികളുടെ അടുത്ത് എത്തിയപ്പോൾ അവർ വളരെ നന്നായിട്ട് സന്തോഷത്തിലായി. ആൻഡ് നോബഡി വെൻ ടു ഹെൽപ്പ് ഹിം അങ്ങനെ ഒരാളും അദ്ദേഹത്തെ സഹായിക്കാൻ പോയില്ല. നോബഡി വെൻറ്റ് എന്നാൽ ഒരാളും പോയില്ല എന്നുള്ള അർത്ഥമാണ്. ടു ഹെൽപ്പ് ഹിം അദ്ദേഹത്തെ സഹായിക്കാൻ. നൗ ഹി വുഡ് ബി കമ്പൽഡ് ടു ബോ ഡൗൺ ബിഫോർ ഹോൾ ഓഫ് ദ വില്ലേജ്. നൗ ഇപ്പോൾ, ഹി വുഡ് ബി കമ്പൽഡ് അദ്ദേഹം നിർബന്ധിതനായേക്കും. ടു ബോ ഡൗൺ എന്നതിന് ഇവിടെ തല കുനിക്കുക എന്നുള്ള അർത്ഥമാണ്. ബിഫോർ ഹോൾ ഓഫ് ദ വില്ലേജ് എല്ലാ ഗ്രാമവാസികളുടെ
മുമ്പിലും അദ്ദേഹം തല കുനിക്കാൻ അദ്ദേഹം നിർബന്ധിതനായേക്കും. എവരിവൺ ഇൻ ദ വില്ലേജ് തോട്ട്. എവരിവൺ ഇൻ ദ വില്ലേജ് ഗ്രാമത്തിലുള്ള എല്ലാവരും തോട്ട് വിചാരിച്ചു. ഗ്രാമവാസികളുടെ മുമ്പിൽ അദ്ദേഹം തല കുനിക്കാൻ നിർബന്ധിതനായേക്കും എന്ന് ഗ്രാമത്തിലുള്ള എല്ലാവരും മനസ്സിൽ വിചാരിച്ചു. വെൻ ജോൺസൺ ഗോട്ട് ദ ന്യൂസ്. വെൻ അപ്പോൾ ജോൺസൺ ഗോട്ട് ദ ന്യൂസ് ഈ വാർത്ത ജോൺസന് കിട്ടിയപ്പോൾ ഹി വെന്റ് ടു ഹിം വിത്ത് ഹിസ് സ്ട്രോങ് ബുൾസ് ഡിസ്പൈറ്റ് ഓഫ് പ്രൊട്ടസ്റ്റ് ഫ്രം ദ വില്ലേജേഴ്സ്. ഹി വെന്റ് ജോൺസൺ പോയി, ടു ഹിം അദ്ദേഹത്തിന് അടുത്തേക്ക് പോയി, ആൽബർട്ടിന് അടുത്തേക്ക്, വിത്ത് ഹിസ് സ്ട്രോങ് ബുൾസ് വിത്ത് ഹിസ് സ്ട്രോങ് ബുൾസ് അദ്ദേഹത്തിൻ്റെ ശക്തിയുള്ള കാളകളുമായിട്ട് അദ്ദേഹം ആൽബർട്ടിനടുത്തേക്ക് പോയി. ഡിസ്പൈറ്റ് ഓഫ് പ്രൊട്ടസ്റ്റ്. ഡിസ്പൈറ്റ് എന്നാൽ എന്നിട്ടും എന്നുള്ള അർത്ഥമാണ്. ഉണ്ടായിരുന്നിട്ടും ഇതൊക്കെയാണ് അർത്ഥം. ഡിസ്പൈറ്റ് ഓഫ് പ്രൊട്ടസ്റ്റ് എതിർപ്പുകൾ ഉണ്ടായിട്ടും. പ്രൊട്ടസ്റ്റ് എന്നാൽ എതിർപ്പുകൾ ഉണ്ടായിട്ടും. ഫ്രം ദ വില്ലേജേഴ്സ് ഗ്രാമവാസികളുടെ അടുക്കൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായിട്ടും ഈ വാർത്ത കിട്ടിയപ്പോൾ ജോൺസൺ ആൽബർട്ടിൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ശക്തിയുള്ള കാളകളുമായിട്ട് ആ ഗ്രാമവാസികളുടെ എതിർപ്പുകൾ ഉണ്ടായിട്ടും. വെൻ ആൽബർട്ട് സോ ഹിം ഹി ഷൗട്ടഡ് അറ്റ് ഹിം, ഐ ഡോണ്ട് നീഡ് യുവർ ഹെൽപ്പ്, ഗോ ബാക്ക്. വെൻ അപ്പോൾ ആൽബർട്ട് സോ ഹിം ആൽബർട്ട് ജോൺസനെ കണ്ടപ്പോൾ. സോ എന്നാൽ കണ്ടു എന്നുള്ള അർത്ഥമാണ്. വെൻ ആൽബർട്ട് സോ ഹിം ആൽബർട്ട് ജോൺസനെ കണ്ടപ്പോൾ ഹി ഷൗട്ടഡ്. ഷൗട്ട് എന്നാൽ ആക്രോശിക്കുക എന്നുള്ള അർത്ഥമാണ്. ഹി ഷൗട്ടഡ് അദ്ദേഹം ആക്രോശിച്ചു. അറ്റ് ഹിം അദ്ദേഹത്തോട് ജോൺസനോട് ആക്രോശിച്ചു. ഐ ഡോണ്ട് നീഡ് യുവർ ഹെൽപ്പ് എനിക്ക് നിൻ്റെ സഹായം ആവശ്യമില്ല. ഐ ഡോണ്ട് നീഡ് യുവർ ഹെൽപ്പ് എനിക്ക് നിൻ്റെ സഹായം ആവശ്യമില്ല. ഗോ ബാക്ക് തിരിച്ചു പോകുക എനിക്ക് നിൻ്റെ സഹായം ആവശ്യം ഇല്ല എന്ന് പറഞ്ഞ് ആൽബർട്ട് ജോൺസനെ കണ്ടപ്പോൾ ആക്രോശിച്ചു. ബട്ട് ജോൺസൺ സെഡ്, നോ ഫ്രണ്ട്, ഐ കനോട്ട് ലീവ് യു അലോൺ ഇൻ ദ ട്രബിൾ. ബട്ട് പക്ഷേ ജോൺസൺ നോ ഫ്രണ്ട് ഇല്ല സുഹൃത്ത്, ഐ കനോട്ട് എനിക്ക് സാധിക്കുകയില്ല, ലീവ് യു അലോൺ നിന്നെ തനിച്ച് ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കുകയില്ല, ഇൻ ദ ട്രബിൾ ഈ ബുദ്ധിമുട്ടിൽ നിന്നെ തനിച്ച് വിടാൻ എനിക്ക് സാധിക്കുകയില്ല. സേയിങ് ദിസ് ജോൺസൺ പുൾഡ് ദ കാർട്ട് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് ബുൾ. സേയിങ് ദിസ് ഇത് പറഞ്ഞുകൊണ്ട് ജോൺസൺ വലിച്ചു, ദ കാർട്ട് ആ കാളവണ്ടി വലിച്ചു. പുൾ ഔട്ട് എന്നാൽ വലിച്ച് പുറത്തെടുക്കുക എന്നുള്ള അർത്ഥമാണ്. പുൾഡ് ദ കാർട്ട് ഔട്ട് കാളവണ്ടി വലിച്ച് പുറത്തെടുത്തു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് ബുൾസ് അദ്ദേഹത്തിൻ്റെ കാളകളുടെ ജോൺസന്റെ കാളകളുടെ സഹായത്തോടെ ആൽബർട്ടിൻ്റെ കാളവണ്ടി ജോൺസൺ വലിച്ച് പുറത്തെടുത്തു. ആൽബർട്ട് കെയിം ടു ദ വില്ലേജ് വിത്ത് ഹിസ് കാർട്ട് ആൻഡ് ബുൾസ്. ആൽബർട്ട് വന്നു, ടു ദ വില്ലേജ് ഗ്രാമത്തിലേക്ക്, വിത്ത് ഹിസ് കാർട്ട് ആൻഡ് ബുൾസ് അദ്ദേഹത്തിൻ്റെ കാളവണ്ടിയും അദ്ദേഹത്തിൻ്റെ ബുൾസ് കാളകളും അദ്ദേഹത്തിൻ്റെ കാളകളെയും അദ്ദേഹത്തിൻ്റെ കാളവണ്ടിയും ആയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് വന്നു. ആഫ്റ്റർ ദിസ് ഇൻസിഡൻറ്റ് ആൽബർട്ട് വാസ് എ ചേഞ്ച്ഡ് മാൻ. ആഫ്റ്റർ ദിസ് ഇൻസിഡൻറ്റ് ഈ സംഭവത്തിന് ശേഷം, ഇൻസിഡൻറ്റ് എന്നാൽ സംഭവം, ആഫ്റ്റർ ദിസ് ഇൻസിഡൻറ്റ് ഈ സംഭവത്തിന് ശേഷം ആൽബർട്ട് വാസ് എ ചേഞ്ച്ഡ് മാൻ ആൽബർട്ട് ഒരു മാറ്റം വന്ന വ്യക്തിയാണ്. ആഫ്റ്റർ ദിസ് ഇൻസിഡൻറ്റ് ഹി വാസ് നോട്ട് എ ക്വാറൽസം പേഴ്സൺ. ആഫ്റ്റർ ദിസ് ഇൻസിഡൻറ്റ് ഈ സംഭവത്തിന് ശേഷം ഹി വാസ് നോട്ട് എ ക്വാറൽസം പേഴ്സൺ അദ്ദേഹം ഒരു വഴക്കാളിയായിട്ടുള്ള വ്യക്തി ആയിരുന്നില്ല. ക്വാറൽസം എന്നാൽ
വഴക്കാളിയായ. പേഴ്സൺ എന്നാൽ വ്യക്തി. ജോൺസൺ ഹാസ് കിൽഡ് ഓൾഡ് ആൽബർട്ട് ബൈ ഹിസ് ബിനെവലൻസ്. ജോൺസൺ ഹാസ് കിൽഡ്. ജോൺസൺ കൊലപ്പെടുത്തി ഓൾഡ് ആൽബർട്ട്. പഴയ ആൽബർട്ടിനെ ജോൺസൺ കൊലപ്പെടുത്തി. ബൈ ഹിസ് ബിനോവലൻസ്. അദ്ദേഹത്തിൻ്റെ ബിനോവലൻസ് എന്നാൽ ദയാശീലം, മനുഷ്യസ്നേഹം എന്നൊക്കെയുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ ദയാശീലം കൊണ്ട് ജോൺസൺ ആൽബർട്ടിനെ കൊലപ്പെടുത്തി. ജോൺസൺ then clarified what he really meant by his saying to kill Albert. ജോൺസൺ പിന്നീട് clarified വ്യക്തമാക്കി what he really meant അദ്ദേഹം യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. മെൻ എന്നാൽ ഉദ്ദേശിച്ച എന്നുള്ള അർത്ഥമാണ്. വാട്ട് ഹി റിയലി മെൻറ്റ് എന്തായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ബൈ ഹിസ് സേയിങ് ടു കിൽ ആൽബർട്ട്. ആൽബർട്ടിനെ കൊലപ്പെടുത്തും എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു എന്നുള്ളത് ജോൺസൺ വ്യക്തമാക്കി. He wanted to kill the bad soul inside Albert by giving birth to a good soul. He wanted to kill. അദ്ദേഹത്തിന് ജോൺസണ് കൊല്ലണമായിരുന്നു. ദ ബാഡ് സോൾ മോശപ്പെട്ട സോൾ എന്നാൽ ആത്മാവ്, മോശമായിട്ടുള്ള ആത്മാവിനെ. ഇൻസൈഡ് ആൽബർട്ട്. ആൽബർട്ടിൻ്റെ ഉള്ളിലുള്ള മോശപ്പെട്ട ആത്മാവിനെ ജോൺസന് കൊല്ലണമായിരുന്നു. ബൈ ഗിവിങ് ബേർത്ത്. ജന്മം നൽകിക്കൊണ്ട്. ടു എ ഗുഡ് സോൾ. ഒരു നല്ല ആത്മാവിന്. ഒരു നല്ല ആത്മാവിന് ജന്മം നൽകിക്കൊണ്ട് ജോൺസന് ആൽബർട്ടിൻ്റെ മോശമായിട്ടുള്ള ആത്മാവിനെ കൊല്ലണമായിരുന്നു. ജോൺസൺ ആൽബർട്ടിനെ കൊലപ്പെടുത്തും എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ഇതായിരുന്നു. It is a well-known fact that one cannot kill the evil by violence or force. It is a well-known fact. Well-known എന്നാൽ കീർത്തികെട്ട, അതിപ്രസിദ്ധമായ എന്നുള്ള അർത്ഥമാണ്. ഇത് ഒരു അതിപ്രസിദ്ധമായിട്ടുള്ള ഒരു സത്യമാണ്. ഫാക്റ്റ് എന്നാൽ സത്യം. ഒരു അതിപ്രസിദ്ധമായിട്ടുള്ള സത്യമാണ്. ദാറ്റ് അത് എന്താണത്? വൺ കനോട്ട് കിൽ. ഒരു വ്യക്തിക്ക് കനോട്ട് കിൽ കൊലപ്പെടുത്താൻ സാധിക്കുകയില്ല. എന്തിനെ കൊലപ്പെടുത്താൻ സാധിക്കുകയില്ല? ദ ഇവിൾ. ഇവിൾ എന്നാൽ ദുഷ്ടത. ഒരു ദുഷ്ടതയെ ഒരു വ്യക്തിക്ക് കൊലപ്പെടുത്താൻ സാധിക്കുകയില്ല. ബൈ വയലൻസ്. അക്രമം കൊണ്ട്. വയലൻസ് എന്നാൽ അക്രമം കൊണ്ട്. ഓർ ഫോഴ്സ്. ശക്തി കൊണ്ടോ അക്രമം കൊണ്ടോ ഒരു വ്യക്തിക്ക് ഒരു ദുഷ്ടത നശിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഒരു അതിപ്രസിദ്ധമായിട്ടുള്ള സത്യമാണ്. എ ബാഡ് പേഴ്സൺ ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു എ ഗുഡ് വൺ ബൈ ചേഞ്ചിങ് ഹിസ് ആറ്റിറ്റ്യൂഡ്. എ ബാഡ് പേഴ്സൺ ഒരു മോശപ്പെട്ട വ്യക്തിക്ക് ക്യാൻ ബി ചേഞ്ച്ഡ് മാറാൻ സാധിക്കും. ഇൻ ടു എ ഗുഡ് വൺ ഒരു നല്ല വ്യക്തിയായിട്ട്. ബൈ ചേഞ്ചിങ് മാറ്റിക്കൊണ്ട്. ഹിസ് ആറ്റിറ്റ്യൂഡ് അവൻ്റെ പെരുമാറ്റം. ഒരു മോശപ്പെട്ട വ്യക്തിക്ക് ഒരു നല്ല വ്യക്തിയായിട്ട് മാറാനായിട്ട് സാധിക്കും അവൻ്റെ മോശപ്പെട്ട പെരുമാറ്റം മാറ്റിക്കൊണ്ട്.